നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് മൾട്ടി റൂട്ടിംഗ് ആണ്. എന്താണ് മൾട്ടി റൂട്ടിംഗ്? മൾട്ടി ഒരു ചെടിയിൽ നമ്മൾ മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്യില്ല, അതേമാതിരി തന്നെ മൾട്ടി റൂട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ ഇതൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് വളർന്നൊരു വേറൊരു പ്ലാന്റ് ആണിത്, മാവ് തന്നെയാണ്. ഇത് ഗ്രാഫ്റ്റ് ആണോ അതോ എങ്ങനെയാണ് ഈ വളർന്നു വരുന്നത് താഴെയുള്ളത്? ഇത് സീഡ്ലിംഗ് ആണ്, അണ്ടി മുളച്ചതാണ്. ഇതാണ് നമ്മുടെ ഗ്രാഫ്റ്റ് ഉള്ളത് ബഡായിരുന്നു, ബഡ് തൈ ആയിരുന്നു. ബഡ് തൈയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ളത് കടലിൻ്റെ തീരത്താണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഈ മാവൊക്കെ മറിഞ്ഞു വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മൾട്ടി റൂട്ടിങ് നല്ലതാണ്. മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ? ഒന്നല്ല, 3-4 റൂട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ. എത്രയും നമ്മൾ ഇത് കൂടും, ഗ്രിപ്പ് കൂടും. ഇപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന കുറച്ച് ഈ പ്ലാൻ ഇവിടെ വളർന്ന് വന്നുകൊണ്ട് ഇങ്ങനെ ചെയ്താണ്. ശരിക്കും നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു തൈ വെച്ചു കൊടുക്കേ, അല്ലെങ്കിൽ നമുക്ക് അണ്ടി മുളച്ച ഈ ഇതൊക്കെ കിട്ടും നമുക്ക്, ചെറിയ അതൊക്കെ അടി കൊണ്ടിട്ട് ഇവിടെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. നേരെ കുത്തി കൊടുത്താൽ അങ്ങനെയുള്ള റൂട്ട് കൊടുത്തതായിട്ട് കാണുക പോലും ഇല്ല അല്ലേ? കാണില്ല, അറിയില്ല. അപ്പോൾ ഈ മൾട്ടി റൂട്ട് കൊടുത്താൽ അതിന്റെ വളർച്ച കൂടും, അവന്റെ കൂടാൻ ചാൻസ് ഉണ്ട് അല്ലേ? 2-3 പേരൊക്കെ ആകുമ്പോൾ അവർ എല്ലാ റൂട്ടും വലിക്കുമല്ലോ. ഇത് മൾട്ടി റൂട്ട് മാത്രമല്ലല്ലോ, ഇതിന്റെ മേലെ 2-3 ഗ്രാഫ്റ്റും കാണും. ഇത് മൾട്ടി ഗ്രാഫ്റ്റഡ് ആണ്. എന്താണ്, ഏതാണ് വെറൈറ്റികൾ? നാടൻ വെറൈറ്റിയാണോ? നാടൻ വെറൈറ്റികളാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതൊക്കെ ഒരു പരീക്ഷണമാണ് കേട്ടോ. നമ്മുടെ ഈ കടലിന്റെ തീരത്ത് ഈ മാവുകൾ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത്, അതിന്റെ മാങ്ങയുടെ ക്വാളിറ്റി എങ്ങനെ, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കടലിന് വളരെ അടുത്താണ്. മാങ്ങകളൊന്നും കാണുന്നില്ല, നമ്മൾ നോക്കി ഇവിടെ മാവുകളൊന്നും കാണുന്നില്ല. ഇനി റൂട്ട് താഴേക്ക് പോകുമ്പോൾ മാവ് ചിലപ്പോൾ കരിഞ്ഞു പോകുന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. നമ്മൾ വളർത്തുന്നുണ്ട്. എന്തായാലും അഖിലേട്ടന്റെ സുഹൃത്തിനോട് കുറച്ച് നല്ല മാവുകൾ ഇവിടെ വെക്കാൻ പറയണം. തീർച്ചയായിട്ടും ഇവിടെ എങ്ങനെ നമുക്ക് പുതിയ ഇനങ്ങൾ ഒക്കെ എങ്ങനെ പെർഫോം ചെയ്ത് നോക്കാം. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഫ്ലോറിഡക്കാരെ വീഡിയോസിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ, ഈ കടൽ തീരത്തുള്ള മാവിന് രുചി കൂടും, കളർ കൂടും, കടൽക്കാറ്റ് നല്ലതാണ്, മാവുകൾക്ക് ഭയങ്കര പോസിറ്റീവ് ആണ് കേട്ടിട്ടുണ്ട്. എന്തായാലും നോക്കാം, ട്രൈ ചെയ്യാം. ഇവിടെ കുറെ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. അതിനൊക്കെ മൾട്ടി റൂട്ടിന് നമ്മൾ ഭാവിയിൽ കൊടുക്കേണ്ടി വരും അല്ലേ? ഇത് തീർച്ചയായും വേണ്ടി വരും. അത്രേ ചില സമയങ്ങളിൽ ഭയങ്കര കാറ്റാണ്, മാവുകൾ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കണ്ടോ, ഇത്രയും ചെറിയ റൂട്ടൊക്കെ അടിച്ച് വീശി ഒടിഞ്ഞു പോകും അല്ലേ? സ്വാഭാവികമായിട്ട് ഇതുപോലെ ഒരു കമ്പും കൂടെ വെച്ച് സപ്പോർട്ട് ചെയ്യുന്ന തുടക്കത്തിൽ. പിന്നെ എന്തായാലും നമുക്ക് മാവ് വലുതായി കഴിഞ്ഞാൽ പിന്നെ ഈ കമ്പിലൊന്നും നിൽക്കില്ലല്ലോ, നമുക്ക് റൂട്ട് തന്നെ കൊടുക്കേണ്ടി വരും. അതാണ് മൾട്ടി റൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. തീർച്ചയായും അല്ലേ? ഓക്കെ, ബൈ.